അത്യാഗ്രഹിയായ ചെന്നായയും. ഒരു കുളത്തിന്റെ കരയിൽ ദമ്പതികളായ താറാവുകൾ താമസിച്ചിരുന്നു. ഭർത്താവിന്റെ പേര് ഗ്രൂം എന്നും ഭാര്യയുടെ പേര് ബ്രൈഡ് എന്നുമായിരുന്നു. ബ്രൈഡ്, നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? നീ ഇതുവരെ ഒരു മുട്ട പോലും ഇട്ടിട്ടില്ല. ആ സമയം ഒരു ചെന്നായ അതുവഴി പോവുകയായിരുന്നു. അരേ, ഇതെന്താ ഇവർ എന്ത് മുട്ടയുടെ കാര്യമായി പറയുന്നത്? എനിക്ക് ഒരു മുട്ടയും കാണാനും കഴിയുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഗുഹയിലെ ബാബയെ പോയി കാണണമെന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഗുഹയിലെ ബാബയോ? ഈ കപടത കാട്ടിലും സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗുഹയിലെ ബാബയായാലും ശരി, മുട്ടകൾ ഉണ്ടാകുമല്ലോ. അതിന്റെ ഗുണം എനിക്കാണ് ഉണ്ടാകാൻ പോകുന്നതും. ഗ്രൂമും ബ്രൈഡും ഗുഹാബാബയെ കാണാനെത്തി. അത് ഒരു കുരങ്ങനായിരുന്നു. പറയൂ കുട്ടികളെ, എന്താണ് പ്രശ്നം? ബാബ, വളരെ നാളുകളായി രണ്ടുപേരും ഒരുമിച്ചാണ്. എന്നാൽ ഇതുവരെ എനിക്ക് മുട്ടകളൊന്നും ഉണ്ടായില്ല. ശരി, ഇതാണ് നിങ്ങളുടെ പ്രശ്നമല്ലേ? കുരങ്ങൻ ബാബ കുറച്ചു നേരം കണ്ണുകൾ അടച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു പരിഹാരം പറയാം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടും. ഇത് കേട്ട് രണ്ടുപേരും വളരെ സന്തോഷിച്ചു. മറുവശത്ത് ചെന്നായ അവരുടെ വീടിനടുത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ രണ്ടുപേരും എവിടെ പോയി കിടക്കുകയാണ്? ഇതുവരെ വന്നില്ലല്ലോ. അപ്പോഴാണ് അവർ രണ്ടുപേരും മുന്നിലൂടെ വരുന്നത് കണ്ടത്. വരൂ, ഇനി നമ്മുടെ സ്വപ്നം നാളെ രാവിലെയോടെ പൂർത്തീകരിക്കപ്പെടും. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. നാളെ രാവിലെയോ? അരേ വാ, ഗുഹയിലെ ബാബ വളരെ കഴിവുള്ള ഒരു ബാബയാണെന്ന് തോന്നുന്നല്ലോ. ചെന്നായ മുട്ടകളും സ്വപ്നം കണ്ട് ഉറങ്ങി. രാവിലെ കണ്ണു തുറന്ന ഉടനെ അവൻ കൊതിയോടെ ഉറക്കെ ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയോ എന്ന് നോക്കാം. അവൻ താറാവുകളുടെ കൂട്ടിനടുത്ത് തന്നെ ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ പുറത്തു വന്നപ്പോൾ, വരൂ, നമുക്ക് പോയി പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇന്ന് നമ്മൾ നേരത്തെ എത്തും, കാരണം നമുക്ക് നമ്മുടെ മുട്ടകൾ കാണാനുള്ളതാണ്. ഇതും പറഞ്ഞ് രണ്ടുപേരും കുളത്തിലേക്ക് ഇറങ്ങി. ചെന്നായ സന്തോഷത്തോടെ അവരുടെ വീട്ടിനകത്തേക്ക് കയറി. അരേ വാ, രണ്ടു മുട്ടകളോ? ഗുഹാ ബാബ വളരെ കഴിവുള്ള ഒരു ബാബയായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് ഒരു മുട്ട വായിലാക്കി. അയ്യോ, എന്തൊരു കടുപ്പവും ഭാരവുമുള്ള മുട്ട! എന്റെ പല്ലുകൾ പോലും നിറയ്ക്കുന്നു. എന്റെ അമ്മേ! അവൻ മുട്ടയെ പുറത്തെടുത്തു. എന്നിട്ട് രണ്ടാമത്തേത് ചെക്ക് ചെയ്തപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഈ മുട്ടകൾ കല്ലുകൊണ്ടുള്ളതാണോ? ആ താറാവ് കല്ലുമുട്ടയാണോ ഇടുന്നത്? ചെന്നായയ്ക്ക് വായിൽ വലിയ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അവൻ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. എനിക്ക് വേപ്പിന്റെ ഇല കഴിക്കണം. അയ്യോ! ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടിപ്പോയി. വളരെ നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു. വേദന ഇപ്പോഴും ശമിച്ചിട്ടില്ല, എന്നാലും കുറച്ച് ആശ്വാസമുണ്ട്. അപ്പോൾ അവൻ താറാവ് ദമ്പതികൾ അവിടേക്ക് വരുന്നത് കണ്ടു. രണ്ടു വിഡ്ഢികളും വന്നോ? അവർ എങ്ങനെയാണ് ഈ കല്ലുമുട്ടയിട്ടതെന്ന് ഞാനൊന്ന് കാണട്ടെ. അവർ രണ്ടുപേരും വീട്ടിനുള്ളിലേക്ക് പോയി. ചെന്നായ വീടിന് പുറത്ത് ഒളിഞ്ഞിരുന്ന് നോക്കാൻ തുടങ്ങി. ബാബ പറഞ്ഞത് നിങ്ങൾ വീട്ടിനുള്ളിൽ മുട്ടയുടെ ആകൃതിയിലുള്ള കല്ലുകൾ സൂക്ഷിക്കണം. രാവിലെ പ്രാതലിന് ശേഷം ഞാൻ 2 കല്ലുകളും ഊതി കുളത്തിലേക്ക് എറിയണം. അതിനുശേഷം അടുത്ത ദിവസം എനിക്ക് മുട്ട ലഭിക്കുമെന്നാണ്. ഇതും പറഞ്ഞ് രണ്ടുപേരും കല്ലുകൾ ഊതാൻ തുടങ്ങി. എന്നിട്ട് കല്ലുകൾ കുളത്തിലേക്ക് എറിഞ്ഞു. എന്തൊരു വിഡ്ഢിത്തമാണ്! ഈ താറാവ് കല്ലുമുട്ടകൾ ഇട്ടതാണെന്ന് എനിക്ക് വെറുതെ തോന്നിയതാണ്. അവർ മനഃപൂർവ്വം കല്ലുകൾ അവിടെ വച്ചിട്ട് പോയതാ. വരൂ ബ്രൈഡ്, നമുക്കിനി സമാധാനമായി പോയി കിടന്നുറങ്ങാം. രണ്ടുപേരും ഒരുമിച്ച് അവരുടെ വീട്ടിനുള്ളിലേക്ക് പോയി. അവർക്ക് തോന്നുന്നത് ഇനി അവർക്ക് മുട്ട കിട്ടുമെന്നാണ്. വിഡ്ഢികൾ! പക്ഷെ അത് സംഭവിച്ചാലും അത് എനിക്ക് ഗുണം ചെയ്യും. അത് സംഭവിച്ചില്ലെങ്കിലും എനിക്ക് ഒരു നഷ്ടവും ഇല്ല. ഇത് പറഞ്ഞ് ചെന്നായയും തന്റെ ഗുഹയിൽ പോയി കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ ബ്രൈഡും ഗ്രൂമും തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതെന്താ, എനിക്ക് ഇന്നും മുട്ടകൾ ഒന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ വീണ്ടും ബാബയെ പോയി കണ്ട് സംസാരിക്കണമെന്നാണ്. വീണ്ടും പമ്പര വിഡ്ഢികളാകാൻ പോവുകയാണ്. അവർ രണ്ടുപേരും തിരിച്ചു വീണ്ടും കുരങ്ങൻ ബാബയുടെ അടുത്തെത്തി. പറയൂ കുട്ടികളെ, സുഖമാണോ? ബാബ, നിങ്ങളുടെ പരിഹാരം എനിക്ക് ഒട്ടും ഗുണം ചെയ്തില്ല. എനിക്ക് ഒരു മുട്ടയും ലഭിച്ചില്ല. എന്താ പറഞ്ഞത്? ഒരു മുട്ടയും ഉണ്ടായിട്ടില്ലേ? എന്തേലും തെറ്റുപറ്റി കാണുമെന്ന് തോന്നുന്നു. ഇല്ല, നമ്മളിൽ നിന്ന്
ഒരു തെറ്റും പറ്റിയില്ല. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ മുട്ടകൾ പ്രസവിക്കാത്ത പ്രേതങ്ങളുണ്ടെന്ന് തോന്നുന്നു. പ്രേതം? ആ ബാബ എന്തു പറയുമെന്ന് എനിക്കറിയില്ല. അവർക്ക് മുട്ടകൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കണം. എന്നാലേ എനിക്ക് കഴിക്കാൻ സാധിക്കൂ. അല്പസമയത്തിന് ശേഷം ഗ്രൂമും ബ്രൈഡും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നു. രണ്ടുപേരും വീട്ടിനുള്ളിലേക്ക് പോയി. അങ്ങനെ സംഭവിക്കട്ടെ. എനിക്ക് മുട്ട കഴിക്കാനുള്ള ഭാഗ്യവും കിട്ടട്ടെ. അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും പുറത്തേക്കിറങ്ങി. അരേ വാ, ഇന്ന് നമ്മുടെ ആഗ്രഹം സഫലമായെന്ന് കരുതാം. വരൂ വരൂ, പെട്ടെന്ന് തന്നെ മുൻപോട്ടുള്ള പരിഹാരം ചെയ്യാം. അരേ വാ, ഇന്ന് അവൾ മുട്ടകൾ ഇട്ടുവെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും വീണ്ടും കുളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ചെന്നായ വീട്ടിനുള്ളിലേക്ക് കടന്നു. ആഹാഹാ, ഇന്നുറപ്പായും മുട്ടകൾ കാണും. അങ്ങനെ പറഞ്ഞ് ചെന്നായ മുട്ടകളുടെ അടുത്തെത്തി. അപ്പോൾ അവന് ചൂട് അനുഭവപ്പെട്ടു. ഇതെന്താ ഇത്ര ചൂട് അനുഭവപ്പെടുന്നത്? അയ്യോ, ഇതെന്താ തീയോ? ഗ്രൂമും ബ്രൈഡും പുറത്തു നിൽക്കുകയായിരുന്നു. ബാബ പറഞ്ഞത് വീട്ടിനകത്ത് മുട്ടയുടെ സൈസിലുള്ള കല്ലുകൾ വെച്ചിട്ട് ചുറ്റും തീ കത്തിക്കണം. അപ്പോൾ നമുക്ക് മുട്ടകൾ നൽകാൻ സമ്മതിക്കാത്ത ആ പ്രേതം ഇറങ്ങി വെളിയിൽ പോകുമെന്നാണ്. ഇത് ചെന്നായ കേട്ടു. എന്താ ഇവർ എന്നെ കൊല്ലുന്നത് വരെ വിശ്രമിക്കില്ലേ? അയ്യോ, കുറച്ചു നേരം അകത്തു നിന്നതിനു ശേഷം അവൻ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ആ! അയ്യോ, ഇതാരാണ് ഓടിയത്? ബാബയുടെ ഉപായം ഫലം കണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഭൂതം ഇപ്പോൾ ഓടിപ്പോയി. രണ്ടുപേരും വളരെ സന്തോഷിച്ചു. മറ്റൊരു വശത്ത് ചെന്നായ കുളത്തിലേക്ക് പോയി. നേരെ കുളത്തിലേക്ക് ചാടി. ആ! ഓ, ഇപ്പോൾ ആശ്വാസം കിട്ടിയേ. ഇവർ രണ്ടുപേരും ഇന്ന് എന്നെ കൊല്ലാൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. ഓ, അങ്ങനെ ഗ്രൂമും ബ്രൈഡും കുരങ്ങൻ ബാബയുടെ അടുത്തെത്തി. ഗുഹാ ബാബാക്ക് ജയ്. കുട്ടികളെ, നിങ്ങൾ വളരെ സന്തോഷരായിരിക്കുന്നു. അതെ ബാബ, നിങ്ങളുടെ ഉപായം പ്രവർത്തിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രേതമുണ്ടെന്നും അതുകൊണ്ടാണ് എനിക്ക് മുട്ടയിടാൻ കഴിയാത്തതെന്നും നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അതെ, പറഞ്ഞിരുന്നു. ആ ഭൂതം താങ്കളുടെ ഉപായം മൂലം ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. എന്താ ഭൂതം ഓടിയോ? നീ ഓടുന്നത് കണ്ടോ? അതെ ബാബ, ഞങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് കണ്ടു. വളരെ നന്നായി. ഇനി നിങ്ങൾക്ക് മുട്ട ലഭിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നന്ദി ബാബ. രണ്ടുപേരും ബാബയുടെ ആശീർവാദം വാങ്ങിയ ശേഷം അവിടെ നിന്ന് പോയി. ഞാൻ ഇവരെ വിഡ്ഢികളാക്കിയതാണ്. പിന്നെ ഇവർ ഏത് ഭൂതത്തെയാ കണ്ടത്? ഗ്രൂമും ബ്രൈഡും അവരുടെ വീട്ടിലെത്തി. അടുത്ത ദിവസം രാവിലെ അവൾ മുട്ടകളിട്ടു. അരേ വാ, നമ്മുടെ മുട്ടകൾ! ഒടുവിൽ നമ്മൾ ഇനി മാതാപിതാക്കളാകും. കുറച്ചകലെ ചെന്നായ ഇരിപ്പുണ്ടായിരുന്നു. വീണ്ടും ഭ്രാന്തായി. ഇന്നും അവർ മുട്ടയ്ക്ക് പകരം കല്ലുകൾ വെച്ചിട്ടുണ്ടാകും. ഇന്നും അവർ എനിക്ക് എന്തെങ്കിലും ഉപദ്രവം വരുത്തും. ഇല്ല, ഇന്ന് ഞാൻ അതിലകപ്പെടില്ല. ഇത്തവണ അവർക്ക് ശരിക്കും മുട്ടകൾ ഉണ്ടായപ്പോൾ ചെന്നായ അത് കഴിച്ചില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം താറാവ് ദമ്പതികൾ തന്റെ 2 കുട്ടികളോടൊപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അരേ, ഇതെന്താ? ചെന്നായ വായും പൊളിച്ചു നിന്നു. ഗുഹാ ബാബാക്ക് ജയ്. രണ്ടുപേരും ഗുഹാബാബയ്ക്ക് ജയ് ജയ് വിളിക്കാൻ തുടങ്ങി. അതൊരു നാട്യമായിരുന്നെങ്കിൽ പോലും ഇന്ന് അവരുടെ കുട്ടികൾ സുരക്ഷിതരാണ്. അത് ഗുഹാബാബ നൽകിയ പരിഹാരം ഒന്നുകൊണ്ട് മാത്രമാണ്.